ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വ്ളോഗ്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് മാഡത്തിനെ കൊണ്ടാക്കി നാഷ്ടയൊക്കെ കഴിക്കൽ ചെയ്തു. ഇനി ചായ കുടിക്കണം. അപ്പോൾ പുറത്തുനിന്ന് സമാവർ അടിക്കാൻ വെച്ചിട്ടാണ്. വെയിൽ കാരണം കൊണ്ട് ഒരു ചെറിയ ഇതുണ്ടാവും, പക്ഷേ കുഴപ്പമില്ല. അപ്പോൾ ഞാനും ഷാഹിദിക്കും പാടെ റൂമിലേക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോകുന്നു. നമ്മുടെ റൂമിലേക്ക് സാലറി വന്നു. അപ്പോൾ റൂമിലേക്കുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് സെറ്റാക്കാണ്. ഞങ്ങൾ ആ ഒരു മാസത്തിലുള്ള സാധനങ്ങൾ മേടിച്ച് കൂട്ടി വെക്കും. അപ്പോൾ പിന്നെ മന്ത് എൻ്റെ ആകുമ്പോഴത്തേക്കും ഏകദേശം ക്യാഷൊക്കെ ഡീലായി കഴിഞ്ഞിട്ടുണ്ടാവും. മന്ത് എൻ്റെ ഒന്നും ആവണ്ട, തുടക്കത്തിൽ തന്നെ ഒക്കെ തീരുമാനമാവലുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ സാധനങ്ങൾ മേടിച്ച് വെക്കും റൂമിലേക്ക്. അപ്പോൾ മേടിക്കാൻ വേണ്ടി നമ്മൾ സൗദിക്ക് പോകുന്നത് ഇഷാർ ഷാഫിയിൽ. അപ്പോൾ പോകുന്ന വിശേഷങ്ങളാണ് ഇന്നത്തെ. അപ്പോൾ ഞാനും ഷാരിക്കും പാടെ റൂമിൽ നിന്ന് ഇറങ്ങി നമ്മുടെ മലബാർ കിച്ചണിൽ എത്തിയിട്ട് ഇനി 2 ചായ അടിച്ചിട്ടാവല്ലേ അടുത്ത പരിപാടി. നിങ്ങൾ എടുത്തില്ല, ഞാൻ ഇവിടെ വണ്ടിയിൽ നിന്നാ പോലെ പാർസൽ അടിച്ചാൽ സ്ട്രോങ് എടുത്തോ മതി 2. ഓക്കെ. അപ്പോൾ ഷാഹിദ് അതാ ചായ മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മലബാർ കിച്ചൺ എന്ന് പറയുന്നത്, പിന്നെ മലബാർ റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ട്. മൂപ്പര് ചായ മേടിച്ചിട്ട് വരട്ടെ. ഈ ചായ പാർസൽ മേടിക്കാൻ കാരണം എന്താ പറഞ്ഞാൽ ഇത് മേടിച്ചിട്ട് പോവാൻ നേരെ ലോണ്ടറി പോകണം. ലോണ്ടറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോണ്ടറി എടുക്കണം. അത് കഴിഞ്ഞാൽ ഒറിയുടെ മണി പോകണം. അവിടെ അക്കൗണ്ടിൽ കുറച്ച് പൈസ ഇട്ട് വെക്കണം, റീചാർജ് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ യൂട്ടേൺ അടിക്കുക. നമ്മുടെ ബാക്കിലാണ് സൗദി. ഇപ്പോൾ മലബാർ റെസ്റ്റോറൻറ്റ് നേരെ ഓപ്പോസിറ്റാണ് സൗദി ഹൈപ്പർ മാർക്കറ്റിൽ. അപ്പോൾ സൗദി ഹൈപ്പർ മാർക്കറ്റ് പോവുക, റൂമുകളുള്ള സാധനങ്ങളൊക്കെ എടുക്കുക. റൂമിൻ്റെ അതിൻ്റെ ഉള്ളിൽ കയറി വീഡിയോ എടുക്കാൻ പറ്റുമെന്നില്ല. കാരണം ആളുകൾ മിക്കവാറും ഈ വ്ളോഗിങ് അല്ല, അതായത് ക്യാമറ എടുക്കാൻ സമ്മതിക്കില്ല. കാരണം ഒരുപാട് പേരുള്ളത് കൊണ്ടാണ് അവർ അങ്ങനെ ഒരു ഇത് കൊടുത്തിരിക്കുന്നത്. എന്തായാലും നമ്മൾ സാധനങ്ങൾ മേടിക്കാണ്ട്, കുറച്ച് പച്ചക്കറികൾ മേടിക്കാണ്ട്, അതേപോലെ മുട്ട, പാല്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ റൂമുക്കുള്ളത്. അപ്പോൾ എന്തായാലും നോക്കട്ടെ, ചായ പിടിച്ചിട്ടാവും അടുത്ത പരിപാടി. പെണ്ണ് കാണാൻ വരുന്ന പോലെ നമ്മുടെ ചെക്കൻ കാണാൻ വരും. നമ്മുടെ ചായത്തൊക്കെ ചായ ആയിട്ട് വരുന്നുണ്ട്. കുഴപ്പമില്ല, ചെക്കന് പറ്റിക്കണ് പറയാ. ചെക്കന് പറ്റി ചായ മാറ്റോ നോക്കട്ടെ നീ. അപ്പോൾ ഇതാണ് നമ്മൾ കൊടുക്കുന്ന ലോണ്ടറി, ഡിലൈറ്റ് ലോണ്ടറി. ഇന്ത്യക്കാരൻ തന്നെയാണ്. അപ്പോൾ ഷാഹിദ് നോക്കാൻ പോയിട്ടുണ്ട്. ലോണ്ടറി കഴിഞ്ഞിക്കണമെന്ന് എടുത്തിട്ട് പോകാച്ചിട്ട് അറിയാം. മിക്കവാറും കഴിഞ്ഞിട്ടുണ്ടാവില്ല, എന്തായാലും കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഈ വഴിക്ക് വന്നുകൊണ്ടൊന്ന് ചോദിച്ചിട്ട് പോകാൻ വിചാരിച്ച്. നമ്മുടെ പ്രകാശ് ഭായിൻ്റെ ചായയാണ്, മലബാർ റെസ്റ്റോറൻറ്റിൽ പ്രകാശ് ഭായിയാണ് നമുക്ക് ചായ അടിച്ചതിൽ ചായക്കാരനാണ്. അപ്പോൾ മൂപ്പൻ്റെ ചായ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ ഈ പരിപാടി തീർന്നു. എന്തായാലും എനിക്ക് നാളെയും വരേണ്ടി വരും മിക്കവാറും. മാഡത്തിൻ്റെ ആ ബാഗ് കൊടുത്തിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും മേടിച്ചിട്ട് പോകാമല്ലോ. ഇന്നിപ്പോൾ കഴിയാൻ ചാൻസ് ഇല്ല. അവർ ഇന്നലെ കൊടുക്കുമ്പോൾ ഇറങ്ങണം, മറ്റന്നൊക്കെ കിട്ടുള്ളൂ എന്നുള്ളത്. അപ്പോൾ നോക്കാം. ഷാഫിയുള്ള ഒറിഡോ എക്സ്പ്രസ്സിലാണ്. അപ്പോൾ അതിൽ പൈസ ഇടാൻ വേണ്ടി പോകുന്നത്. ഷാഹിദ് പോയിട്ടുണ്ട്. ഇതിലെങ്ങനെ പൈസ ഇടാൻ നമ്മൾ നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അത് ചിലർക്ക് ഉപകാരപ്പെടും വിചാരിക്കണം. അത് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കാണാം. ഇവിടെ ഖത്തറിലുള്ളവർക്ക് പറ്റുള്ളൂ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. എന്താ പറയുക, നമുക്ക് പൈസ ഇട്ടാൽ ബാങ്കിലിട്ട പോലെക്കാണ്. അതായത് പിൻവലിക്കണമെങ്കിൽ, അതായത് എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് അത്ര പെട്ടെന്ന് എടുക്കാൻ കഴിയൂല. അതിൻ്റെ ഒരു വീഡിയോ കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട്. അതായത് ഒരിട മണിയിൽ പൈസ ഇട്ടാൽ എങ്ങനെ നമ്മൾ അതിന് എടുക്കും എന്നുള്ളതും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഓരോ ട്രാൻസാക്ഷനും 3 റിയാൽ നമുക്ക് പോകും. അതായത് എൻ്റെ ഇപ്പോൾ 5000 മറ്റേ മാക്സിമം അതിൽ ലിമിറ്റ്. അപ്പോൾ നമ്മൾ ഇടുകയാണെങ്കിൽ 1000 റിയാൽ വരെ നമുക്ക് എടുക്കാൻ കഴിയുള്ളൂ. ഈ 1000 റിയാൽ എടുക്കാനും 100 റിയാൽ എടുക്കാനും നമുക്ക് 3 റിയാൽ ചിലവുണ്ട്. അതായത് നമ്മൾ ഒറിയുടെ മണിയിൽ പൈസ ഇട്ട് കഴിഞ്ഞാൽ എടുക്കാൻ, അതായത് അതിന്ന് നമ്മൾ ആദ്യം ഒറിയുടെ മണീൻ്റെ ആപ്പ് വഴി പോയി ഒരു വൗച്ചർ ക്രിയേറ്റ് ചെയ്ത്, ആ വൗച്ചർ ഒരു കോഡ് വരും. ആ കോഡ് നമ്മൾ QNBയിൽ മാത്രമാണ് പൈസ എടുക്കാൻ കഴിയുള്ളൂ. QNB പോവുക, ആ വൗച്ചർ നമ്പർ അടിക്കുക, എന്നിട്ട് ആ പൈസ വലിക്കുക. പക്ഷേ ഈ ഒരു വൗച്ചർ എടുക്കുമ്പോഴും നമുക്ക് 3 റിയാൽ ആവശ്യം വരും. പിടിക്കും, നമ്മുടെ നിന്ന് ചാർജായി പിടിക്കും. ശരിക്കും അതൊരു പ്രശ്നമാണ്. പിന്നെ അതേപോലെ തന്നെ പക്ഷേ എന്തൊരു ഗുണം പറഞ്ഞാൽ നാട്ടിലേക്ക് പൈസ അയക്കാൻ, അതേപോലെ മൊബൈൽ റീചാർജ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ നമുക്കൊന്നുകൂടി എളുപ്പമാണ്. നമുക്ക് ഫോൺ വഴി തന്നെ എപ്പോൾ വേണമെങ്കിലും റീചാർജ് ചെയ്യാനും പറ്റും, നാട്ടിലേക്ക് പൈസ അയക്കാനും പറ്റും. അതാണ് അതിൻ്റെ ഒരു ഗുണം. ഓരോ ട്രാൻസാക്ഷന് 20 റിയാൽ വെച്ചിട്ട് നമ്മുടെ നോർമലി എക്സ്ചേഞ്ചുള്ള അതേ സെയിം റേറ്റാണ്. അപ്പോൾ ഞാനും ഷാഹിദും പാടെ സൗദിക്ക് എത്തിക്കാണ്. സാധനം മേടിക്കാൻ വന്നാൽ ഞങ്ങൾ തിരിച്ചു പോവാണ്. ഷാഹിദ് കാക്ക് വിളി വന്നു, കണ്ട ആരും തിരക്കണ്ടില്ലേ. ഫോണിൻ്റെ വിളി വന്നപ്പോൾ തന്നെ ചാടി പോവുക. അപ്പോൾ ഇന്നത്തെ സാധനം മേടിക്കലൊക്കെ ഇനിയിപ്പോൾ ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ മേടിക്കാം. ഇനിയിപ്പോൾ അതാ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും പറപ്പിക്കട്ടെ ഇവിടുന്ന്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ ഇവിടെ പോയി. സാധനം മേടിക്കാനൊന്നും കഴിഞ്ഞില്ല. അതേപോലെ തന്നെ പോയി മത്തി തൂക്കി വൃത്തിയാക്കാൻ വേണ്ടിയിരുന്നുള്ളൂ. അപ്പോൾ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് മീൻ തൂക്കി കൊടുക്കാൻ നിൽക്കുമ്പോൾ ഞങ്ങൾ അപ്പത്തി മണ്ണ് വിളിച്ച് ഷാഹിദ്. അപ്പോൾ പിന്നെ ഞങ്ങൾ പറഞ്ഞ് അത് ഒഴിവാക്കുക, കളി ഫോൺ വന്ന് ഞങ്ങൾ പോവാണെന്ന് പറഞ്ഞു. അപ്പോൾ ഷാഹിദ് ഓടിപ്പാന് പോയിട്ടുണ്ട്. വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് പോകും.
റിമോട്ടിൽ വണ്ടിയൊക്കെ സ്റ്റാർട്ടാക്കിയിട്ട് ഫുള്ള് സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം ഒന്നും കാര്യമായിട്ടൊന്നും നടന്നില്ല. ഇതേപോലെ ഇടയ്ക്കൊരു പൊഴിച്ചിലാവും, കാര്യങ്ങളൊന്നും നടക്കില്ല, നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊന്നും പോവില്ല. അപ്പോൾ ചില ദിവസങ്ങൾ അങ്ങനെയാണ്. അതാണ് വീട്ടുപണിയുടെ ഒരു പ്രത്യേകത. അതാണ് നമ്മൾ എന്തെങ്കിലും ചില സമയത്ത് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നടക്കും, ചിലപ്പോൾ നടക്കില്ല, അത് ഭാഗ്യം പോലെ ഇരിക്കും. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ ഇത്രയൊക്കെ തന്നെ മതി. ചെറിയൊരു വ്ളോഗാക്കി ഇടാച്ചിട്ടാണ്, നമ്മൾ വല്ലാതെ നീട്ടി വലിച്ച് കൊണ്ടുപോകില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ പരിപാടി ഇവിടെ ക്ലോസ് ചെയ്യുക. പിന്നെ ഉച്ചയ്ക്ക് ശേഷം എന്താ വീഡിയോ എടുക്കാത്ത പറഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം കാര്യമായിട്ട് പരിപാടികളൊന്നും ഉണ്ടാവില്ല, അതാണ് പിന്നെ എടുക്കാത്തത്. അപ്പോൾ രാവിലെയാണ് നമ്മുടെ മെയിൻ പരിപാടികളൊക്കെ. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുക. എന്തായാലും അടുത്ത വീഡിയോസുമായി വരുന്നത് സ്റ്റേ ട്യൂൺ ആൻഡ് ഗുഡ് ബൈ.